പക്ഷെ പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് കാല ബജറ്റ്, അതല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാനുള്ള ബജറ്റ് എന്ന മട്ടിലാണ് വിമർശിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? എന്തായാലും ഈ ബജറ്റ് അതിനെക്കുറിച്ച് പ്രതിപക്ഷം പറയുന്നത് കണ്ണിൽ പൊടിയാനുള്ള ബജറ്റ് തന്നെയാണ്. കാരണം ഇതൊക്കെ നടപ്പിലാക്കേണ്ട ബാധ്യത അടുത്ത സർക്കാരിന്റെ മേലാണ് വരുന്നത്. അടുത്ത സർക്കാർ പുതിയ ബജറ്റ് അവതരിപ്പിക്കുക, അതായത് UDF വരുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ അദ്ദേഹം പറയുന്നത് ആ ബജറ്റ് ആയിരിക്കും അത് അന്തിമമായി മാറാൻ കഴിയുക. പക്ഷേ ഇത്രയും കാലം ഈ 4.25 വർഷക്കാലം ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോഴാണ് ഇത്തരം പ്രഖ്യാപനം നടത്തുന്നതാണ് വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അദ്ദേഹം അത്തരത്തിലേക്ക് ആ ബജറ്റിനെ തള്ളിപ്പറയുകയും ബജറ്റിൽ രാഷ്ട്രീയം തിരികെ കയറ്റുകയും അതുകൊണ്ടൊക്കെ തന്നെ കണക്കുകളൊക്കെ കൂടുതൽ പറഞ്ഞുകൊണ്ട് സമയം കൂടുതൽ എടുക്കുകയാണ് ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയത് R. ശങ്കറിൻ്റെ കാലത്താണ് എന്നും അത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കിയതെന്ന ഒരു വാദം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ തുടർഭരണം വന്ന് 10ാം വർഷം പൂർത്തിയാകുന്ന സമയത്ത് വരുന്ന ബജറ്റ് കൂടിയാണ് ഇത്. 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബജറ്റ് തന്നെയെന്ന് പറയുമ്പോൾ തന്നെ സാധാരണ തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന് പറയുമ്പോൾ അത് അടുത്ത സർക്കാർ വരുന്നവരുടെ തലയിലിരിക്കട്ടെ എന്ന മട്ടിലേക്ക് വാരിക്കോരി വാഗ്ദാനങ്ങൾ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന രീതി ഉണ്ടാവുകയും അത് നടപ്പിലാകാതെ പോവുകയും ചെയ്ത് കേരളം നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസമുള്ളത് അത്തരത്തിലേക്കുള്ള വലിയ ഗിമ്മിക്കുകൾ ഈ ബജറ്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സർക്കാർ പറഞ്ഞു വന്ന കാര്യം, അല്ലെങ്കിൽ LDF മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ചില കാര്യങ്ങളിലേക്ക്, നടപ്പിലാക്കാൻ ബാക്കിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലുകയാണ് ബജറ്റ് എന്ന് പറയാൻ കഴിയും. കാരണം ഒരു തുടർഭരണം LDF പ്രതീക്ഷിക്കുന്നതോട് കൂടി തന്നെയാണ്. കാരണം അങ്ങനെ തുടർഭരണം വേണ്ടി വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇത്ര അധികം സാമ്പത്തിക ബാധ്യതയുള്ള ഒരു സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്നതല്ല എന്ന ബോധ്യം കൂടി നമുക്ക് KN ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗത്തിൽ അത് വിലയിരുത്തി കഴിഞ്ഞാൽ, അവലോകനം ചെയ്താൽ കാണാൻ കഴിയുമെന്നുള്ളത് പ്രത്യേകതയാണ്. ഈ ബജറ്റിൽ ഭരണതുടർച്ച ലക്ഷ്യമിട്ടുള്ള വിപുലമായ ക്ഷേമ പദ്ധതികൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അതുപോലെ താഴെത്തട്ടുള്ളവർക്കൊക്കെ അവരെയൊക്കെ സ്വാധീനിക്കാവുന്ന കാര്യങ്ങൾ ബജറ്റിലുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങളുണ്ട്. അത്തരത്തിലേക്ക് സാധാരണക്കാരെയും മധ്യവർഗത്തെയും ഒരുപോലെ പ്രതിപ്പെടുന്ന ഒരു ബജറ്റാണ്. അതേസമയം വലിയ നികുതി നിർദ്ദേശങ്ങളില്ല എന്നുള്ളത് കൂടി കാണണം. അത് ഈ തെരഞ്ഞെടുപ്പ് കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്തരത്തിലേക്കുള്ള വലിയ നികുതി ഭാരം ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ബജറ്റ് കൂടിയല്ല എന്നും കൂടി എടുത്തു പറയേണ്ടതാണ്. ഹർഷൻ. റൈറ്റ് മഹേഷ്, ഇപ്പോൾ തിരിച്ചു വരാം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കാൻ കൂറ്റൻ പ്രഖ്യാപനങ്ങളുമായാണ് സംസ്ഥാന ബജറ്റ് വന്നത്. DA കുടിശ്ശിക മാർച്ച് മാസത്തോടെ പൂർണ്ണമായി കൊടുത്തു തീർക്കും. ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും. അവസാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി കിട്ടും. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർ, DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള NPS നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ തന്നെ തുടർന്നവർക്ക് അതിൽ തുടരാം, പക്ഷെ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സർ, ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആശാ അംഗൻവാടി വർക്കർമാരുടെ വേതനവും വർദ്ധിപ്പിച്ചു സംസ്ഥാന ബജറ്റ്. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ കൂട്ടി. അംഗൻവാടി വർക്കർമാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും വേതനം കൂട്ടി. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ 25 രൂപയുടെ വർധനവും വരുത്തിയിട്ടുണ്ട്. സർ, അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകർ പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു.
തീർച്ചയായും ക്ഷേമ പെൻഷനുകൾ 2500 ആക്കി വർദ്ധിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത് സർക്കാർ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് 2500 ആക്കി ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന്. പക്ഷേ അത് 1800 എത്തിക്കാനേ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിന് കാരണമായി ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറച്ചതടക്കം അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഈ വിഷയങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വേദിയിൽ വിശദീകരിക്കുക? കാരണം പ്രതിപക്ഷം തന്നെ അത് ആദ്യത്തെ ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ എന്ന പ്രശ്നമുണ്ട്. മഹേഷ് ചന്ദ്രൻ വീണ്ടും ചേരുന്നുണ്ട്. മഹേഷ്, ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ 2500 എന്നത് ഇടതുമുന്നണിയുടെ വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ബജറ്റിൽ വിശദീകരിക്കാൻ ശ്രമം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളുണ്ടോ? ഹർഷൻ, 2021 LDF മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലായിരുന്നു 2500 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത്. അതിപ്പോൾ 2000 രൂപ വരെയായി വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലിനി വർധനവ് ഇനിയും ഉണ്ടാകുമെന്ന സൂചന പലതവണ ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരുടെ ഭാഗത്തൊക്കെ ഉണ്ടായി. കാരണം സംസ്ഥാനം അടുത്ത സാമ്പത്തിക ദിവസം നേടുന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എങ്കിൽ പോലും അത് ആ പറഞ്ഞ അത്രയും വർദ്ധിപ്പിക്കണം തന്നെയാണ് തങ്ങളുടെ നിലപാടെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത് ക്ഷേമ പെൻഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല വർധനവ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ക്ഷേമ പെൻഷനിലേക്ക് പണം വകയിരുത്തിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വിശദമായി അവലോകനം ചെയ്യുകയാണെങ്കിൽ ആ ക്ഷേമ പെൻഷൻ ഇനി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ക്ഷേമ പെൻഷൻ ബജറ്റ് പ്രഖ്യാപിക്കുന്ന രീതിയല്ല കേരളത്തിൽ കുറച്ചു കാലമായിട്ട് LDF പിന്തുടർന്നു വരുന്നത്. അതല്ലാതെ തന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കാണ് പോവുക. അത്തരത്തിലേക്കുള്ള തീരുമാനം ഉണ്ടായേക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് ഇനിയും ഉണ്ടാകുമെന്ന സൂചന നമുക്ക് ബജറ്റിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും ആ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് ഇല്ല എന്ന് നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല. അത്തരത്തിലേക്കുള്ള വർധനവുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. അത് നടപ്പിലാക്കിക്കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ LDF നേടുക എന്ന സൂചനയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹർഷൻ.